പിന്നെ ഇതും ഞാൻ റിക്വസ്റ്റ് ഉള്ള കാരണം വാങ്ങിച്ചതാണ് ഈ ലാക്ടോ കലാമൈൻ്റെ ഡെയിലി സൺഷീൽഡ് മാറ്റ് ലുക്ക് സൺസ്ക്രീൻ വിത്ത് KLM Clay. ഹലോ, വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റ് ബ്രൈഡൽ കിറ്റ്. അപ്പോൾ ഈ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മളുടെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഡക്ട്സിൽ ബ്രൈഡലിന് പറ്റിയിട്ടുള്ള കുറച്ച് നല്ലത്. എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ 150 റുപ്പീസിനും 200 റുപ്പീസിനും പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ബട്ട് എന്ന് കരുതി ഞാൻ എല്ലാ 150യും 200 റുപ്പീസും ഞാൻ ഇന്നത്തെ റെക്കമെൻഡേഷനിൽ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഒരു ബ്രൈഡൽ ലുക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എന്നാലും നല്ലൊരു ഭംഗിയുള്ളൊരു മേക്കപ്പ് ലുക്കും, അതായത് ഫൗണ്ടേഷൻ ചിലപ്പോൾ ഒരു 100 രൂപയുടെ ഫൗണ്ടേഷൻ ഞാനതിൽ കാണിക്കുകയാണെങ്കിൽ 100 രൂപയുടെ ഫൗണ്ടേഷനും അവൈലബിൾ ആണ്. പക്ഷേ ഞാനത് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബ്രൈഡൽ ലുക്കിന് ചിലപ്പോൾ അത് കേക്കി അല്ലെങ്കിൽ കവറേജ് ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ ചീപ്പസ്റ്റ് റേറ്റിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ചിലപ്പോൾ ഒരു 500 രൂപയുടെയും 600 രൂപയുടെയും കാണിക്കും. കാരണം ഒരു ബ്രൈഡൽ ലുക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല കവറേജ്, നല്ല ഫിനിഷ് ഉള്ളത് അങ്ങനെയൊക്കെയും. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞതിൽ നല്ല പ്രോഡക്റ്റ്സ് ആയിട്ട് ഒരു ബ്രൈഡൽ ലുക്കിന് പറ്റിയ നല്ല പ്രോഡക്ട്സ്. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി എനിക്ക് ക്ലിയർ ആയിട്ട് പറയാനുണ്ട്, ഇതല്ല ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് ഫോർ ബ്രൈഡൽ. ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അതായത് അപ്പോൾ പ്രൈസ് കുറച്ചും കൂടിയും കൂടും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കാരണം ഏറ്റവും വില കുറഞ്ഞതിൽ കുറച്ച് നല്ല ബ്രൈഡൽ റെക്കമെൻഡേഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അത് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ അടിയിൽ ഇനി നെഗറ്റീവ് വരും, ചേച്ചി ഇത്രയും ചീപ്പ് പ്രോഡക്റ്റ് ആണ് ബൈബിൾ. ഓഫ് കോഴ്സ് ഇത്രയും ചീപ്പ് പ്രോഡക്റ്റ്സ് അല്ല ബ്രൈഡലിന് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ബട്ട് ഇൻ കേസ് എല്ലാവർക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അഫോർഡ് ചെയ്യാനുള്ളത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ചിലവർക്ക് വീട്ടിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്താലോ എന്നുള്ളതിൽ, അപ്പോൾ ഈ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്ട്സ്, ഈ മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പിനെ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇനി ഞാൻ എന്തായാലും വലിച്ചു നീട്ടില്ല. ഓക്കെ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇന്ന് ടേക്കുന്ന സാരി വന്നിട്ട് അലങ്കൃത കളക്ഷൻസ് എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ഇത് നല്ലൊരു പ്ലെയിൻ, പക്ഷേ ഇതിൽ ഇടയ്ക്കൊരു സിൽവർ എന്തോ ഈ സ്റ്റീൽ പോലത്തെ ഒരു സംഭവമില്ലേ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. ഷെൽസ് അല്ല, സെക്വൻസ് അല്ല, ഒരു പ്ലെയിൻ സാരിയാണ്. ഇതിൽ വേറെ ഹ്യൂജ് കളർ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്യാം. ബ്ലൗസ് വന്നിട്ട് ഞാൻ ആജിയോന്നാണ് വാങ്ങിച്ചേട്ടാ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ചിലപ്പോൾ കുറച്ച് പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, അതിൻ്റെ ഒരു ടെക്സ്ചറിനൊക്കെ പറ്റിയിട്ട്. കാരണം ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അതിനെപ്പറ്റി അറിയാനായിട്ടാണ്. സോ ഫസ്റ്റ്ലി ഞാനിവിടെ സൺസ്ക്രീൻ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട്, ഞാൻ സൺസ്ക്രീൻ ഇതിൽ ആക്ച്വലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന കാരണം ഞാൻ ആമസോണിൽ 2 സൺസ്ക്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 അല്ല, വേറെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ എനിക്ക് 2 സൺസ്ക്രീനാണ് എനിക്ക് പറയാനുള്ളത്. ഈ റീക്വലിൻ്റെ സൺസ്ക്രീൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ഇതിൽ പറഞ്ഞേക്കുന്നത് അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ജെൽ. ഇത് മാറ്റാണ്. ഇതേപോലത്തെ ഒരു സിമിലർ ടെക്സ്ചർ ഉള്ള ഒരു സൺസ്ക്രീൻ ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായി. കുറച്ചധികം തന്നെ ഫോർഹെഡിൽ എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായി. അത് ഏതായിരുന്നു, അതെന്തായാലും ഞാനിവിടെ മെൻഷൻ ചെയ്യാം അതിൻ്റെ പിക്ചർ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് സെയിം ടെക്സ്റ്റാണ്, പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു സൺസ്ക്രീനാണ്. ഒബ്വിയസ്ലി ഫോർ ബ്രൈഡ്സിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യാണ്. ഈ റിയേക്വലിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ലാക്ടോ കലാമൈൻ്റെ സൺസ്ക്രീനാണ്. ഡെയിലി സൺഷീൽഡ് മാറ്റ് ലുക്ക് സൺസ്ക്രീൻ വിത്ത് KLM Clay. ഇതും SPF 50 PA+++. ഇത് ഓയിലി സ്കിൻകാർക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടമായില്ല, കാരണം ഇത് മാറ്റ് അല്ല, കുറച്ച് ഓയിലി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ കാരണം മാത്രം റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് മേടിച്ചേട്ടാ. ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി, ലൈറ്റ് വെയ്റ്റ് ആണ്, ബട്ട് ഐ തിങ്ക് കുറച്ച് സ്റ്റിക്കിയാണ്. ഒരു നോർമൽ മോയ്സ്ചറൈസർ ഇല്ലേ, കുറച്ച് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ, അതിൻ്റെ ഒരു ടെക്സ്ചറാണ്. വൈറ്റ് കാസ്റ്റ് 2 സൺസ്ക്രീനും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിൻ്റെ യു ക്യാൻ ട്രൈ, ഞാനിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഇത് തരാൻ പറ്റില്ല. റീക്വൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും മേക്കപ്പിലേക്ക് കടക്കണം കേട്ടോ. അപ്പോൾ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് യൂസിങ് എ പ്രൈമർ. അപ്പം ഞാൻ യൂസ് ചെയ്ത പ്രൈമേഴ്സിൽ കുറച്ച് ഏറ്റവും വില കുറവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൈമറാണ്. ഇതിലും വില കുറവുള്ള പ്രൈമർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വർത്ത് ദ മണി എന്ന് തോന്നിയിട്ടുള്ള പ്രൈമേഴ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ്ലി ഞാൻ കാണിക്കാനുള്ളത് എനിക്ക് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോളിസ് പ്രൈമർ. നോർമൽ ടു ഓയിലി സ്കിൻകാർക്ക് പറ്റിയൊരു പ്രൈമറാണ് ഇത്. നമ്മുടെ പോഴ്സിനെ ബ്ലർ ചെയ്യും.
നോൺ ഡ്രൈയിങ് ആണ്. അങ്ങനെ ഈ പ്രൈമർ ഭയങ്കര ഡ്രൈയിങ് അല്ല. ഐ ഹൈലി റെക്കമെൻഡ്. ഞാൻ വേഗം പോവാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് വീഡിയോ ഭയങ്കര ലെങ്തി ആവും. നെക്സ്റ്റ് കാണിക്കുന്നത് ലാക്മെ ആബ്സല്യൂട്ട്. ഈ മൂന്നെണ്ണത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടം കംപ്ലീറ്റ് മാറ്റ് പോർസും ബ്ലർ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടം എനിക്ക് ലാക്മെ ആബ്സല്യൂട്ട് ആണ്. മൂന്നും ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഡിസിഷൻ എടുക്കാൻ ക്ലിയർ ആവുന്നുള്ളതിലാണ് ഞാൻ എടുത്തു പറയണേ. എനിക്ക് ഇതാണ് ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും ഇഷ്ടം. ഒബ്വിയസ്ലി ഇതിലും നല്ല പ്രൈമേഴ്സ് ഉണ്ട്, ഇതിലും കുറച്ചും കൂടിയും പ്രൈസ് കൂടിയതുണ്ട്. പക്ഷെ ഞാനൊരു അഫോർഡബിൾ റേഞ്ചിൽ കാണിക്കുന്ന കാരണം മാത്രം ഞാൻ ഈ മൂന്നെണ്ണത്തിൽ കാണിച്ചത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരിക്കും ചീപ്പസ്റ്റ് പ്രൈമർ, ബട്ട് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഈ NYBയുടെ പ്രൈമർ ഈ പ്രൈസ് റേഞ്ചിൽ ഇതിലും കുറച്ചധികം വരെയുള്ള ഈ ബ്ലൂ ഹെവൻ്റെ ഒക്കെ ഇല്ലേ, അതിനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഈ NYBയുടെ പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഫോർ എ പ്രൈമർ ഏറ്റവും മുന്നേ ലാക്മെ കഴിഞ്ഞിട്ടാണ് ബാക്കി രണ്ടും കേട്ടോ. നെക്സ്റ്റ് പറയാനുള്ളത് ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് അല്ല, ഇത് ഫാൾസ് നെയിൽസ് ആണ്. ചില ബ്രൈറ്റ്സിനെ ഇത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഏത് നെയിൽസ് ആണ്. അത് ആക്ച്വലി ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. അതായത് ഒറിജിനൽ അല്ല, ഫേക്ക് നെയിൽസ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, ബട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്ത് ആമസോണിലത്തെ ഒരു സെറ്റാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു 100 പീസസ് ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാ ഫിംഗേഴ്സിനും പറ്റിയത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലൂവും കിട്ടുന്നുണ്ട്. ഇത് രണ്ടും ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ഇതും നല്ല അഫോർഡബിൾ പ്രൈസിനാണ്. എനിക്ക് ശരിക്കും ഓർമ്മയിൽ എത്രയാണ്, അറൗണ്ട് 300 റുപ്പീസ്, അതിൻ്റെ താഴെയാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഇൻ കേസ് വല്ല ബ്രൈഡ്സിനും നെയിൽസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു കളർ കറക്റ്ററാണ്. ഒരു ഓറഞ്ച് കളർ കറക്റ്റർ. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, ഫേസ് ലെവലോട്ടും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബ്രൈഡൽസിന്, ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്കിന് ഈ ഓറഞ്ച് കളർ കറക്റ്റർ മസ്റ്റാണ് കേട്ടോ. അത് കാരണം ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി പുതിയതാണ് കേട്ടോ. LA Girl Pro, നിങ്ങൾ മുന്നും വീഡിയോസിൽ തന്നെ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. LA Girl Pro കൺസീൽ ഹൈ ഡെഫിനിഷൻ കൺസീലർ ഫ്രം LA Girl, അതാണ് കേട്ടോ. നെക്സ്റ്റ് കൺസീലർ. അപ്പോൾ അതിട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ആക്ച്വലി കളർ കറക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ തന്നെ കുറച്ച് കവറേജ് കിട്ടും. എന്നിട്ട് അതിനപ്പുറം കവറേജ് വേണമെങ്കിൽ മാത്രമാണ് ഒരു കൺസീലറിൻ്റെ ആവശ്യമുള്ളൂ. ഇൻ കേസ് ആ ആവശ്യം ഉണ്ടെങ്കിൽ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കൺസീലർ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഒരു ഫൗണ്ടേഷൻ. പിന്നെ ചിലവർ കൺസീലർ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹയസ്റ്റ് പോയിന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലർ യൂസ് ചെയ്യും. അപ്പോൾ ഈ കൺസീലറിന് തന്നെ ഡിഫറെൻറ്റ് പേർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൈലൈറ്റിംഗ് ആണ് നിങ്ങളുടെ പേർപ്പസ് വെച്ചെങ്കിൽ നിങ്ങൾ ഒരു 1 or 2 ഷെയ്ഡ്സ് ലൈറ്റർ ദാൻ യുവർ സ്കിൻ ടോൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്ററിനല്ല, വെറുതെ നിങ്ങളുടെ മാർക്സ് ഒക്കെ കവർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കളർ കറക്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെയിം ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ ഓർ സെയിം നിങ്ങളുടെ ഫേസിൻ്റെ ബേസ് ഷെയ്ഡിൻ്റെ സെയിം ഷെയ്ഡ് ഓഫ് കൺസീലർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കൺസീലർ നിങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞോ ഫൗണ്ടേഷൻ്റെ മേലെയാണ് ഞാൻ കൺസീലർ കൂടുതലും യൂസ് ചെയ്യാറ്. ഇറ്റ്സ് അപ് ടു യു. ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കൺസീലർ ഏതാണെന്ന് വെച്ചാൽ ആദ്യത്തെ LA Girl Proൻ്റെ തന്നെ നല്ല കൺസീലേഴ്സാണ്. ഞാൻ ഫസ്റ്റ് കൺസീലർ ഞാൻ വാങ്ങിച്ചത് തന്നെ അവിടെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, എൻ്റെ ഓർമ്മയിൽ. പിന്നെ എനിക്ക് ഹൈലി റെക്കമെൻഡ്, ഇത് ഭയങ്കര ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് ഒന്നും പറയുന്നില്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണ് ഇത്. വർത്ത് ദ മണി എന്ന് തോന്നിയൊരു കൺസീലറാണ് പാക്കിൻ്റെ ഈ കൺസീലർ. പാക്കിന് തന്നെ വേറെ 2 കൺസീലേഴ്സ് ഉണ്ട്. ഇത് വന്നിട്ട് പാക്കിൻ്റെ ടേക്ക് അവർ കൺസീലറാണ്. ഇത് എൻ്റെ കയ്യിൽ 3 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇത് ഐ ഹൈലി റെക്കമെൻഡ്. നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ കൊടുക്കാൻ റെഡി ആണെങ്കിൽ. പിന്നെ വേറെ ഇതിലും കുറച്ച് കുറവുള്ളതാണ് എനിക്ക് തോന്നുന്നത്, അത് Maybelline Fit Meയുടെ കൺസീലർ ഇല്ലേ, അതും എനിക്ക് ഇഷ്ടപ്പെട്ട. അതൊക്കെ നല്ല ക്രീമിയാണ്. ഇത് Maybellineൻ്റെ അത്ര ക്രീമി അല്ലെങ്കിലും വേഗം ബ്ലെൻഡ് ആവും, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട്. എല്ലാ കൺസീലേഴ്സും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻസിൽ ക്രീസ് ചെയ്യും. ഞാൻ എക്സ്പെൻസീവ് കൺസീലേഴ്സ് യൂസ് ചെയ്തിട്ടും കുറച്ച് ക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ക്രീസ് പ്രൂഫ് ആണെന്നൊന്നും ഒരു കൺസീലറും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതിൽ കുറച്ച് വർത്ത് ദ മണി ആയിട്ട് തോന്നിയതാണ് ഈ പാക്ക് ടേക്ക് അവർ കൺസീലർ. പിന്നെ കുറച്ചും കൂടി നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടി ചീപ്പാണെങ്കിൽ ഈ സ്വിസ് ബ്യൂട്ടിയുടെ നല്ലൊരു കവറേജ് ഉള്ള ലിക്വിഡ് കൺസീലറാണ്. ഇത് ഭയങ്കര ക്രീമി അല്ല, പക്ഷേ നല്ല കവറേജ് ഉള്ള ഒരു കൺസീലറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി കുറവാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫൗണ്ടേഷൻസിൽ ഏറ്റവും വില കുറവിലുള്ളതിൽ കുറച്ച് നല്ല കവറേജ് ഉള്ളത്, ഏറ്റവും വില കുറഞ്ഞതിൽ എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയത് ഞാൻ 3 എണ്ണം കാണിച്ചു തരാം. 3 എണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണം അല്ലേ. ഒരെണ്ണം വന്നിട്ട് ലാക്മെ 9 to 5 പ്രൈമർ പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ. ഇത് ശരിക്കും നല്ല ഫൗണ്ടേഷനാണ്. ഈസി ടു ബ്ലെൻഡ്, മീഡിയം കവറേജ്, ഹയസ്റ്റ് കവറേജ് അല്ല, മീഡിയം കവറേജ്. ബട്ട് ലെയർ ഓൺ ചെയ്താൽ നമുക്കത് കവറേജ് കിട്ടും. പിന്നെ നല്ല ക്രീമി, ഈസി ടു ബ്ലെൻഡ്, അതാണ് ഫസ്റ്റ്ലി. ആൻഡ് ഭയങ്കര കേക്കി പാച്ചി ലുക്കില്ല, ഒരു
നല്ലൊരു ബ്ലർഡ് ലുക്കാണ് കേട്ടോ ഇതിന്. ഡ്രൈയിങ് അല്ല, പ്രൈമർ പ്ലസ് മാറ്റ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ഡ്രൈയിങ് ഫൗണ്ടേഷൻ അല്ല, അങ്ങനെ കംപ്ലീറ്റ് മാറ്റ് അല്ല, കുറച്ച് ടുവേർഡ്സ് ഡൂയി. എസ്പെഷ്യലി നമ്മുടെ ഓയിലി സ്കിൻകാർക്ക് ഇത് മോർ ടുവേർഡ്സ് ഡൂയി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഐ തിങ്ക് അറൗണ്ട് 500 ആണ്, 475 ഒക്കെയാണ് ഇത്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് വെറ്റ് ആൻഡ് വൈൽഡ്. ഇപ്പോൾ ഈ വെറ്റ് ആൻഡ് വൈൽഡ് വന്നിട്ട് ഓയിലി സ്കിൻകാർക്ക് എന്തായാലും ഒരു മാറ്റ് ഫൗണ്ടേഷൻ പൗഡർ എടുത്തിട്ട് എന്തായാലും സെറ്റ് ചെയ്യേണ്ടി വരും. മാറ്റ് പൗഡർ, ഫൗണ്ടേഷൻ അല്ല, മാറ്റ് കോമ്പാക്റ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്ന് വെച്ചെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അത്രയ്ക്ക് കവറേജ് ഇല്ല, അതിനേക്കാളും ഇത്തിരി കുറവ് കവറേജാണ്, വളരെ കുറവ്, ഇത്തിരി ഒരു പൊടിക്കിത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇത് ഫുൾ കവറേജ് അല്ല, ഇത് മീഡിയം കവറേജ് എന്ന് പറയാം. ലെയർ ഓൺ ചെയ്താൽ കുറച്ചും കൂടി മതി, ബട്ട് ഫുൾ കവറേജ് അല്ല ഇത്. ബട്ട് ഇതും നല്ലൊരു ലൈറ്റ് വെയ്റ്റ്, സ്കിന്നിനെ കുറച്ച് ബ്രീതബിൾ ഫൗണ്ടേഷനാണ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഫൗണ്ടേഷൻ. ഇതിൻ്റെ സ്മെല്ല് ചിലവർക്ക് പിടിക്കില്ല, ഒരു കെമിക്കൽസ്, ഒരു പൊട്ട സ്മെല്ല് ഇതിനുണ്ട്. നെക്സ്റ്റ് അഗെയിൻ ബഡ്ജറ്റിൽ ഇതിപ്പോൾ കുറച്ചും കൂടിയും ചെറിയ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ, ചെറിയ പ്രൈസിൽ അവൈലബിൾ ആണ്. ഇത് നാച്ചുറൽ ടാൻ ആണ് ഷെയ്ഡ്. ഞാൻ നേരത്തെ യൂസ് ചെയ്യേണ്ടായിരുന്ന ഷെയ്ഡ് വന്നിട്ട് സൺ ബേജ് ആയിരുന്നു. ഈ മാറ്റ് പ്ലസ് പോളിസ് മേബ്ലിൻ ഫിറ്റ്മിയുടെ ഒരു യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ തന്നെ പറയാം. കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇത്. മാറ്റ് ഫിനിഷ് ആണ്, മീഡിയം ടു ഹൈ കവറേജ്, ലെയർ ഓൺ ചെയ്ത ഓൾമോസ്റ്റ് ഹൈ കവറേജ് കിട്ടും. അത്രയ്ക്ക് കേക്കിയൊന്നുമല്ല, ചിലവർ പറഞ്ഞു ഇത് ഭയങ്കര കേക്കാണ്. ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻകാർക്കാണ് ഇത് അത്ര ഇഷ്ടപ്പെടാത്തത്. ഒബ്വിയസ്ലി ഇത് മാറ്റാണ്, ഇത് ഡ്രൈ സ്കിൻകാർക്ക് എന്തായാലും ഇഷ്ടമാവില്ല, ഓയിലി സ്കിൻകാർക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടമാവും. അപ്പോൾ ഇതാണ് ഒരു ഫൗണ്ടേഷൻ. ഇനി കുറച്ചും കൂടിയും വില കൂടിയത് കുറച്ച്, അതിൽ എനിക്ക് 3 ഫൗണ്ടേഷൻ എനിക്ക് കാണിക്കാനുണ്ട്. ലോറിയൽ ഫൗണ്ടേഷൻസും മേബ്ലിൻ ഫൗണ്ടേഷൻസും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. ലോറിയൽ കുറേ ഉണ്ട്, എന്നാലും എനിക്ക് ഇപ്പോൾ കാണിക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ ലോറിയലിൻ്റെ ഇൻഫാലിബിൾ പ്രോ മാറ്റ് ഫൗണ്ടേഷൻ. ഇത് ഈ ട്യൂബിൽ കിട്ടുന്ന കാരണം കുറച്ചും കൂടി അഫോർഡബിൾ. ഇത് 750, അതിലും ചെറുതിപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നി. ഇതിപ്പോൾ 750 ആണ്, അത്രയ്ക്ക് അഫോർഡബിൾ റേഞ്ച് അല്ലെങ്കിലും ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. നല്ല കവറേജ് ഉള്ള, നല്ല ഈസി ടു ബ്ലെൻഡ് ഫൗണ്ടേഷൻ, നല്ല ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷൻ. വേറെ 2 ലോങ് ലാസ്റ്റിംഗ് ഈ റേഞ്ചിൽ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ ഫൗണ്ടേഷൻസിലും കുറച്ച് എക്സ്ട്രാ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് ഈ നിക്സിൻ്റെ ഫൗണ്ടേഷനും ഈ ലാക്മേ ആബ്സല്യൂട്ട് വൈറ്റ് ഇൻറ്റൻസ് ഫൗണ്ടേഷൻ. വൈറ്റ് ഇൻറ്റൻസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നിനെ അങ്ങനെ വൈറ്റനിങ്, ബ്രൈറ്റനിങ്, ലൈറ്റനിങ് ഒന്നും ആക്കില്ല. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ, കം ഓൺ. ബട്ട് നല്ല ഫൗണ്ടേഷനാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷൻ. ആൻഡ് നിക്സിൻ്റെ കാൻ സ്റ്റോപ്പ് വോണ്ട് സ്റ്റോപ്പ് ഫൗണ്ടേഷൻ. ഇത് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ്, ഒരു സെപ്പറേറ്റ് റിവ്യൂ തന്നെ ഇതിന് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഒരു സെറ്റിംഗ് പൗഡറാണ്. ഞാൻ നിങ്ങളതിനെ കുറേ ഓപ്ഷൻസ് തന്നിട്ട് കൺഫ്യൂസ് ചെയ്യുന്നില്ല. കുറച്ച് സിമ്പിളായിട്ട്, കുറച്ച് അഫോർഡബിളായിട്ട് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ബട്ട് വർത്ത് ദ മണി എന്ന് എനിക്ക് തോന്നി, കുറച്ച് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് മേബ്ലിൻ ഫിറ്റ്മിയുടെ ലൂസ് ഫിനിഷിംഗ് പൗഡർ. ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല. ഇത് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഐ പ്രോഡക്റ്റ്സ് ആണ്. ഫേസിലത്തെ ബാക്കിയും പ്രോഡക്റ്റ്സ് ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചുകൂടാ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എനിക്ക് കാണിക്കാനുള്ളത് കുറച്ച് അഫോർഡബിൾ കാജൽ. കാജലിന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ജെൽ കാജൽസ് ആണ്. ജെൽ കാജൽസ് കുറച്ച് അധികം ലോങ് ലാസ്റ്റിംഗ് ദാൻ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാജലിനേക്കാളും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് കാരണമാണ്. വേറെയും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാജൽസ് ഒക്കെ ഉണ്ട്. അഫോർഡബിൾ റേഞ്ചിൽ ജെൽ കാജൽസിൽ ഇഷ്ടപ്പെട്ട ഒരു കാജലാണ് LA ഗേളിൻ്റെ. ഇത് ഒരു സെറ്റായിട്ടാണ് വരിക. ഈ ബ്രഷും ഇതും മേബിലീൻ ഉണ്ട്, ലോറിയലിനുണ്ട്. അതൊക്കെ ഇതിലും കുറച്ചും കൂടിയും പ്രൈസ് കൂടുതലാണ്. അത് കാരണമാണ് ഞാൻ ഇത് കാണിച്ചത്. അതും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടിയും എക്സ്ട്രാ പ്രൈസ് കൊടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുവെച്ചെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കണം. ലോറിയലിൻ്റെ എസ്പെഷ്യലി മോർ ദൻ മേബിലീൻ, ലോറിയലിൻ്റെ. LA ഗേളിൻ്റെ നല്ലതാണ്. നെക്സ്റ്റ് ഒരു കാജലിന് ഞാൻ നിങ്ങൾ റിട്രാക്റ്റബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെലോറയുടെ ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്ത ഒരു റിട്രാക്റ്റബിൾ കാജലാണ്. നല്ലതാണ്. ഇത് ടോക്സിൻ ഫ്രീ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഞാൻ ഈ റീസെൻ്റ്ലി ആണ് ഞാനിത് വാങ്ങിച്ചത് ആൻഡ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് കുറേ നേരം ലോങ് ലാസ്റ്റിങ്ങുമാണ് ആൻഡ് അങ്ങനെ സ്മഡ്ജ് ആവുന്നില്ല. മോർ ദൻ ദിസ് കാജൽ ഒരു ജെൽ കാജലായിരിക്കും ഒരു ബ്രൈഡൽ ലുക്കിന്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയുമെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. എനിക്ക് ജെൽ കാജൽ ബോട്ടം ലൈനിൽ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്, ഞാൻ എപ്പോഴും ഫാൾസ് ലാഷസ് യൂസ് ചെയ്യുമ്പോൾ ചേച്ചി ഇത് എവിടെ നിന്നാണ് എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. ഞാൻ ചിലപ്പോൾ പാക്കിൻ്റെ യൂസ് ചെയ്യും, ചിലപ്പോൾ കൂടുതലും ഇതാണ്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു
ബ്രാൻഡ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് ആമസോണിലാണ് കണ്ടത്. ഇത് ഒരു ബോക്സ് വാങ്ങിച്ചേ പിന്നെ ഞാൻ റിപ്പീറ്റഡ്ലി ഓൾമോസ്റ്റ് ഒരു 8 ബോക്സസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഐ തിങ്ക് മോർ ദെൻ ദാറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല സൈസ് ഉണ്ട്, പല ലെങ്ത് ഉണ്ട്, പല വോല്യൂം ഉണ്ട്. ഒരു ബിഗിനറിന് ഇത് ദ ചീപ്പസ്റ്റ് അവൈലബിൾ അല്ല. ദ ചീപ്പസ്റ്റ് അവൈലബിൾ ചിലപ്പോൾ കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ. ആൻഡ് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്കും ഉണ്ട്. ലൈക്ക് ഉള്ള ചീപ്പസ്റ്റ് ഫോൾസ് ലാഷസിൽ ഇത് എസ്പെഷ്യലി ഫോർ ബ്രൈഡൽസ് സൂപ്പറാണ്. ഒരു ബ്രൈഡൽ മേക്കപ്പിന് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. ഇതും ഒരു സെറ്റായിട്ട് വരുന്നുണ്ട്, ഒപ്പം അതിൻ്റെ ഗ്ലോവും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഒരു കോണ്ടോർ സ്റ്റിക്കാണ്. അപ്പോൾ കോണ്ടോറിലും ഞാൻ നിങ്ങളെ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ട് കൺഫ്യൂസ് ചെയ്യുന്നില്ല. കുറേ ഓപ്ഷൻസ് ഉണ്ട്, എന്നാലും ഞാൻ കാണിച്ച് കൺഫ്യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ചീപ്പസ്റ്റ് പ്രൈസ് അറൗണ്ട് 150 അടിയിലാണ് ഇത് കോണ്ടോർ സ്റ്റിക്ക്. ഇത് ഹൈലൈറ്റിങ്ങും ഉണ്ട്, കോണ്ടോറും ഉണ്ട്. എനിക്ക് ഇതിലത്തെ ഹൈലൈറ്റിങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഇതിലത്തെ കോണ്ടോർ സ്റ്റിക്ക് ഇസ് പൗഡർ കോണ്ടോർ അല്ല. ഐ ഓൾവേസ് പ്രിഫർ ലൈക്ക് ഒരു നാച്ചുറൽ കോണ്ടോറിങ് ലുക്കിന് നമുക്ക് ഇങ്ങനത്തെ ഈ സ്റ്റിക്ക് പോലത്തെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ നല്ലതാണ്. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ബ്ലഷാണ്. ബ്ലഷും കുറേ സിംഗിൾ ബ്ലഷസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബട്ട് എനിക്ക് സിവാന എന്നുള്ളൊരു ബ്രാൻഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് സിവാനയുടെ ബ്ലഷ്. അവരുടെ ഹൈലൈറ്റേഴ്സ്, ഫസ്റ്റ്ലി ഹൈലൈറ്റേഴ്സ്, ബിക്കോസ് അവരുടെ പ്രൈസ് കുറവാണെങ്കിലും നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഈ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി, അതായത് അവരുടെ ഇൻഗ്രീഡിയൻസും അവരുടെ ക്വാളിറ്റീനെ പറ്റിയിട്ടും എനിക്ക് വലിയ അറിവില്ല. അത് ഡോക്ടേഴ്സിനെ കാണിച്ചാൽ ഇനി അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ബട്ട് ഇന്ത്യ മാർക്കറ്റിൽ കുറച്ച് നാളായിട്ട് സിവാന ഉണ്ട്. ഇന്നാളെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും സിവാന റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ബിക്കോസ് ശരിക്കും അത് നല്ലതാണ് കേട്ടോ. കാരണം ഞാനും സിവാന യൂസ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസ്, ആ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ്, ഇത്രയും വില കുറവിൽ ഇത്രയും നല്ലൊരു അത്രയും നല്ല പ്രോഡക്റ്റ്സ് ആയിട്ട് എനിക്ക് എല്ലാതും ഞാൻ പറയുന്നില്ല. ചില പ്രോഡക്റ്റ്സ് സിവാനയുടെ, അതേപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിക്കും നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ്, ഇപ്പോൾ ബ്ലഷ് എന്തായാലും ഒരു ബ്രൈഡലിന് ബ്ലഷ് എന്തായാലും വേണം. കാരണം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. അത് കാരണം കോണ്ടോറിങ് ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ബ്ലഷ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സിവാനയുടെ ഈ ബ്ലഷാണ്. ഒരു പീച്ച്, രണ്ടും പീച്ച് ഷെയ്ഡാണ്. പിന്നെ കുറച്ചൊരു ഷിമറി ബ്ലഷ് ഉണ്ട്. ഞാനിതിലത്തെ ഷിമറി ബ്ലഷല്ല കൂടുതൽ യൂസ് ചെയ്യാറ്. ഞാനിതിലത്തെ മേലത്തെ 2 പീച്ചാണ്. നിങ്ങൾ മുന്നും വീഡിയോസിൽ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ഈ 2 ബ്ലഷും, ഈ 2 ഷെയ്ഡും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇത് ചിലപ്പോൾ കൂൾ ടോൺ സ്കിൻകാർക്ക് ഇത് ചേരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാരിക്ക് ചിലപ്പോൾ ഇത് മാച്ച് ആവണം എന്നില്ല. അപ്പോൾ പീച്ച് വേണ്ട എങ്കിൽ മിസ് റോസ് എന്നുള്ളൊരു ബ്ലഷ് പാലറ്റ് ഞാൻ ആമസോണിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, ഇതിലത്തെ ഒരെണ്ണം ഒരു പീച്ച് ഷെയ്ഡ് എന്നിട്ട് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ, എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇതിൽ കൂൾ ടോൺ ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു റെഡിഷ് ഉണ്ട്. അപ്പോൾ ഈ റെഡ് പോലത്തെ നിങ്ങൾക്ക് കാണുന്നതൊക്കെ ഒരു പീച്ചി ഷെയ്ഡാണ്. അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കുറവ് എടുക്കണം, കാരണം നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ബ്ലഷാണ് ഇത്. ഇത് ബെസ്റ്റ് ഓഫ് ക്വാളിറ്റി, അതായത് ഇതിൻ്റെ പാക്കേജിങ് ക്വാളിറ്റി ഒന്നും അത്ര നല്ലതല്ല. പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ പിഗ്മെൻറ്റേഷനും ഈ കളർ ഓപ്ഷൻസും ഈ ഒരു പ്രൈസിൽ നല്ല ബ്ലഷായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാനിത് മെൻഷൻ ചെയ്യാണ്. ആൻഡ് ഫോർ ബ്രൈഡ്, നിങ്ങളിപ്പോൾ ഒരു ദിവസത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ബ്ലഷൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ലല്ലോ, അത് കാരണം ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ്. ഇതും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് കളർ ഓപ്ഷൻസ് ഉണ്ടാവണം. അതാണ് നമ്മൾക്ക് എല്ലാത്തിനും മാച്ചായിട്ട് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹൈലൈറ്ററും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റും ഐ ടോട്ടലി റെക്കമെൻഡ്. ഇതെൻ്റെ പുതിയതാണ്. മുന്നും ഈ സെയിം ഷെയ്ഡ് തന്നെ, ഇത് ഐ തിങ്ക് ഇറ്റ്സ് 01. എൻ്റെ പഴയ വീഡിയോസിൽ, തുടങ്ങിയ സമയത്തുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ആക്ച്വലി ഒരു ഷെയ്ഡ്, ഒരു സ്ഥിരം ഷെയ്ഡ്, ഈ പിങ്ക് ഷെയ്ഡ്, ഈ പീച്ച് പിങ്കില്ലേ, അത് ഞാൻ സ്ഥിരം യൂസ് ചെയ്ത് അവിടെ ഓട്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് ഒബ്വിയസ്ലി എക്സ്പയറി ആയപ്പോൾ ഞാനത് കളഞ്ഞു. ഇപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ് ദിസ് വൺ, ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ്. ഈ 3 നിങ്ങൾ ഏതാ, ഞാൻ ഏതാ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതായിരിക്കും കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ ഈ, ബിക്കോസ് ഇതിൽ ഹൈലൈറ്ററും ഉണ്ട്. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഹൈലൈറ്റേഴ്സ് ആണ്. ഹൈലൈറ്റേഴ്സിൽ 2 ഓപ്ഷൻസ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഹൈലൈറ്റേഴ്സും എക്സ്പെൻസീവ് ആണ് പല ബ്രാൻഡ്സിലും. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല പിഗ്മെൻറ്റേഷനും നല്ല കളർ ഓപ്ഷൻസും ഉള്ള 2 ബ്രാൻഡാണ് സ്വിസ് ബ്യൂട്ടി ആൻഡ് സിവാന കളേഴ്സ്.
ഇത് സിവാനയുടെ എൻ്റെ ഇത് മൂന്നാമത്തെ ഷെയ്ഡാണ്, മൂന്നാമത്തെ പാലറ്റാണ് ദിസ് വൺ. ദിസ് ഇസ് ബ്രാൻഡ് ന്യൂ. ഇതിലും വേറെ ഷെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലും ഈ പറഞ്ഞോണം 5 കളേഴ്സാണ് ഒരു പാലറ്റിൽ കിട്ടുന്നത്. നിങ്ങൾക്കിത് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. സീരിയസ്ലി അത്രയും പിഗ്മെൻറ്റഡ് ആണ്. എസ്പെഷ്യലി നമ്മൾ സാരിക്കൊക്കെ ഉണ്ടല്ലോ ഈ ഗോൾഡൻ ഷെയ്ഡും റോസ് ഗോൾഡ് ഷെയ്ഡും ഒക്കെ ഈ ഒരു ഷെയ്ഡിലുണ്ട്. 01 ആണ് ഈ ഷെയ്ഡ്. ആൻഡ് നെക്സ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ടാ. ഇത് നല്ലതാണ്, പക്ഷെ അതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് ഫുൾ പിങ്ക് ഷെയ്ഡ്സ് ആണ്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ബ്ലഷ് കം ഹൈലൈറ്റർ. സ്വിസ് ബ്യൂട്ടിയുടെ 4 ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണ് ഉള്ളത്. ഫ്രം ലൈറ്റസ്റ്റ് ടു ഒരു കൈൻഡ് ഓഫ് ഒരു ഷാമ്പെയിനി ഷെയ്ഡ് പോലെ ടു കുറച്ച് ഡീപ്പസ്റ്റ് പിങ്ക് ഷെയ്ഡാണ്. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ട് കണ്ടാവും. ഇത് ഷെയ്ഡ് 03 ആണ് ഫ്രം സ്വിസ് ബ്യൂട്ടി. ബോത്ത് ദ പ്രോഡക്ട്സ് ഐ ഹൈലി റെക്കമെൻഡ്. പിന്നെ നാച്ചുറൽ ലുക്കിംഗ് ഹൈലൈറ്റേഴ്സ് ഞാനിതിൽ കാണിക്കുന്നില്ല. ലൈക്ക് സ്റ്റിക്സിൽ ഈ ഹൈലൈറ്റർ സ്റ്റിക്സ് ഒക്കെ കുറച്ച് നാച്ചുറൽ ലുക്ക് തരുന്നതാണ്. ബട്ട് ഒരു ബ്രൈഡലിന് കുറച്ച് എക്സ്ട്രാ ഉണ്ട്, അത് കാരണം ഞാൻ അത് ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഐ ഷാഡോ പാലറ്റ്സും കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഉള്ള ഐ ഷാഡോ പാലറ്റ്സിൽ കുറച്ച് അഫോർഡബിൾ, നല്ല പിഗ്മെൻറ്റേഷനും കുറച്ചധികം കളർ ഓപ്ഷൻസും ഉള്ള ഒരു പാലറ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ സിവാന കളേഴ്സ് ഫോർ എ ചേഞ്ച്. സിവാന കളേഴ്സിൻ്റെ ഒരു ബ്ലഷ് പാലറ്റാണ്. സിവാനയുടെ ഹൈലൈറ്റേഴ്സും മറ്റുള്ള പ്രോഡക്റ്റ്സും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അവരുടെ ഒരു പാലറ്റ് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതാണ്. ഇത് ബ്യൂട്ടിഫുൾ പിഗ്മെൻറ്റ്, നല്ല ഷെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് മസ്കാരയും കുറേ വില കുറവുള്ള കുറേ മസ്കാരയുണ്ട്. ബട്ട് അതൊക്കെ ചീപ്പാണെങ്കിലും ഇട്ടാലും ഒന്നും കാണാറില്ല. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾ ഫാൾസ് ലാഷസ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല വെച്ചെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ഈ ലോറിയാലിൻ്റെ വോള്യൂമിനസ് ലാഷ് പാരഡൈസ്. സൂപ്പർ. ഈ ഒരു പ്രൈസിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് അവൈലബിൾ. അത് കാരണം ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. വേറെയും ഇതിലും നല്ലത് ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇത് ഈ പ്രൈസിന് ഇതിലപ്പുറം കിട്ടാനില്ല. ദ ബെസ്റ്റ് ലാഷ് പാരഡൈസ്റ്റാ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ലിപ് പ്രോഡക്ട്സിലേക്കാണ്. അപ്പോൾ ലിപ് പ്രോഡക്ട്സിൽ എനിക്ക് ഫസ്റ്റ് കാണിക്കാനുള്ളത് ലിപ് ലൈനർ. ബ്രൈഡലിന് എന്തായാലും ഒരു ലിപ് ലൈനർ ഈസ് എ മസ്റ്റ്. എന്തായാലും ഒരു ലിപ് ലൈനർ ആവശ്യമാണ് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ലിപ്സിന്. അതിൽ ഫസ്റ്റ്ലി ഐ ഹൈലി റെക്കമെൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും ക്രീമി പിഗ്മെൻറ്റഡ് ലിപ് പെൻസിൽ കിട്ടാനില്ല. ഈ പ്രൈസിൽ വേറെയും നല്ല ലിപ് ലൈനേഴ്സ് ഉണ്ട്, ബട്ട് ഈ പ്രൈസിൽ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് കിട്ടാനില്ല. NYBയുടെ ലിപ് ആൻഡ് സിറ്റി ലിപ് പെൻസിൽ. ഷെയ്ഡ് വന്നിട്ട് കാരമൽ ന്യൂഡ്. ഓക്കെ, ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷെയ്ഡ് നിങ്ങൾ ഇഗ്നോർ ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാം. ബട്ട് ഈ NYBയുടെ അടിപൊളി ലിപ് ലൈനർ. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ലിപ് സെറ്റാണ്. NYBയുടെ അത്രയ്ക്ക് നല്ലതല്ലെങ്കിലും കുഴപ്പമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ്. നമ്മളത് കംപ്ലീറ്റ് ലിപ്സിന് കവർ ചെയ്യാൻ പറ്റും. നല്ല പിഗ്മെൻറ്റഡ് ആണ്. അതിൻ്റെ അത്രയ്ക്ക് പിഗ്മെൻറ്റേഷൻ ഇതിനില്ല. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും സ്വിസ് ബ്യൂട്ടിയുടെ ഈ കംപ്ലീറ്റ് ലിപ് സെറ്റ് ഒരു 300 or 400 കുറവാണ്. ഒരു 10 ഷെയ്ഡ്സ് കിട്ടും. അപ്പോൾ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ ഫോർ മെനി കളർ ഓപ്ഷൻസ്. അല്ലെങ്കിൽ NYBയുടെ സിംഗിളായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ബ്യൂട്ടിഫുൾ. ഇതിലും നല്ലത് NYBയുടെ ആണ്. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഐബ്രോന് പറ്റിയൊരു പ്രോഡക്റ്റ് ആണ്. ഞാൻ നേരത്തെ ഐ ഷാഡോ കാണിച്ചപ്പോൾ ആ ഒരു പാലറ്റിൽ ബ്ലാക്ക് ഷെയ്ഡില്ല. ബ്ലാക്ക് ചിലവർക്ക് ഈ കാജലിട്ടിട്ട് താഴെ സെറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടാവും. സോ അതിൽ ആ കളർ ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് ഈ ഐബ്രോ കിറ്റിലത്തെ മാറ്റ് ബ്ലാക്ക് ഷെയ്ഡില്ല, അത് യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞത് മാത്രം. എല്ലാ ലിപ് കിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള വർത്ത് ദ മണി. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കിറ്റാണ്. ഇതിൽ ആക്ച്വലി ഐബ്രോ പ്ലക്കറും ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആൻഡ് ആപ്ലിക്കേറ്റർ. ഇതിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, എൻ്റെ ഷെയ്ഡ് മീഡിയം ആണ്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും ഒരു ഡാർക്ക് ബ്രൗൺ, ഓൾമോസ്റ്റ് ലൈക്ക് ബ്ലാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതാണ്, ഈവൻ ഫോർ എ ബ്രൈഡ്. പിന്നെ ഒരു വാക്സ് പോലത്തെ ഒരു ഇതും ഷെയ്ഡ് ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്ത് വെക്കാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ. അപ്പോൾ ഐ ഹൈലി റെക്കമെൻഡ് ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക്സ് ആണ്. ഈ ലിപ്സ്റ്റിക്സ് കാരണം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചു. കാരണം ഇത് സോ കൺഫ്യൂസിങ്. ഞാൻ ഏതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. എന്തായാലും ഞാൻ വെറ്റ് ആൻഡ് വൈൽഡ് ഗിവ് മീ മോക്ക ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാനൊരു ബ്രൈഡ് ആയിരുന്നു. ആ സമയത്ത് ഈ ഷെയ്ഡ് എനിക്ക് അറിയില്ല, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബ്രൈഡ് ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡായിരിക്കും വെറ്റ് ആൻഡ് വൈൽഡ് ഗിവ് മീ മോക്ക. എന്തായാലും ഞാൻ ലിങ്ക്സ് ഇതിൻ്റെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഗിവ് മീ മോക്ക. പിന്നെ ഡിസ്ഗൈസിൻ്റെ ഒരു റിലാക്സ്ഡ് മോക്ക എന്നുള്ള ഷെയ്ഡ് ഞാൻ മുന്നേ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ 2 ഷെയ്ഡിലത്തെ ഒരു ഷെയ്ഡായിരിക്കും ഞാൻ യൂസ് ചെയ്യുക.
മിക്കവാറും ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം അത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോൺസിനും എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുന്നൊരു ഷെയ്ഡാണ്. ആൻഡ് അതിൻ്റെ എക്സാക്റ്റ് സെയിം എന്ന് പറയുന്നില്ല, എക്സാക്ട് ഷെയ്ഡ് ഞാൻ വേറെ കണ്ടിട്ടില്ല. സിമിലർ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും എക്സാക്റ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അതെന്തായാലും ഞാനിതിൽ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം. അപ്പം ഞാൻ കുറച്ച് ഓപ്ഷൻസ് കാണിക്കാൻ. ഫസ്റ്റ് എനിക്കുള്ളത് ഇത് ബെസ്റ്റ് ഓഫ് പിഗ്മെൻറ്റേഷൻ അല്ല, ബട്ട് നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. എൻ്റെ ഒരു ഗോ ടു ലിപ്സ്റ്റിക് ആഫ്റ്റർ വെറ്റ് ആൻഡ് വൈൽഡ് ഇതാണ് കേട്ടോ. ഈ പ്രൈസ് കുറവില്ല. ഡിസ്ഗൈസും നല്ലതാണ്. അത് ഐ തിങ്ക് അറൗണ്ട് 800 റുപ്പീസ് ആണെന്ന് തോന്നുന്നത്. കാരണം ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ, ബ്യൂട്ടിഫുൾ. നമ്മൾക്ക് എപ്പോഴും ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഫോർ ബ്രൈഡ്. കാരണം ഈ ഫോട്ടോഗ്രാഫർ നമ്മളോട് ഹസ്ബൻഡിനെ കിസ് ചെയ്യണ പോലെ ചെയ്യാതെ ഇതൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ട്രാൻസ്ഫർ ആവാൻ നിൽക്കണ്ട. അത് കാരണം ഐ ഹൈലി റെക്കമെൻഡ് നോൺ ട്രാൻസ്ഫർ കേട്ടോ. ഞാൻ ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും അതും ഇപ്പോഴത്തെ ഒരു സമയത്ത് മാസ്ക് പ്രൂഫ് ലിപ്സ്റ്റിക് തന്നെ വേണം. അപ്പോൾ ഐ ഹൈലി റെക്കമെൻഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്. പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് എനിക്ക് കാണിക്കാനുള്ളത് ഓൺ എ ബഡ്ജറ്റ് എനിക്ക് കാണിക്കാനുള്ളത് മേബലീൻ്റെ ഈ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്. ബട്ട് ഇതിൻ്റെ മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കളർ ഓപ്ഷൻസ് വളരെ കുറവാണ്. റെഡും മെറൂണും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചെങ്കിൽ ഇതിലുണ്ട്. അല്ലെങ്കിൽ ലാക്മേയിൽ എല്ലാ കളറും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കളറും ഉണ്ടാവും. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പോലത്തെ കളർ ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ ഒരു ലിപ് ക്രയോൺ, ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഷുഗറിൻ്റെ എപ്പോഴും എന്നോട് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് നൈക്കയുടെ. ഷെടാ എനിക്കിപ്പോൾ ആ പേര് കിട്ടുന്നില്ലല്ലോ, ഒരു റോസ് ബ്ലഷ് സംതിങ് ഒരു ഷെയ്ഡില്ലേ, എനിക്കത് കിട്ടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. നൈക്കയുടെ ആ സെയിം ഷെയ്ഡാണ് ഇത്. ഷുഗർ ബ്രാൻഡി ഹാരിങ്ടൺ എന്നുള്ള ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ ഒരു റോസ് വുഡ്, കുറച്ച് ടുവേർഡ്സ് ഡീപ്പർ, സൂട്ട്സ് ഓൾ സ്കിൻ ടോൺസ്. എല്ലാ സ്കിൻ ടോണിനും ഭംഗിയായിട്ടിരിക്കും. ഐ ഹൈലി റെക്കമെൻഡ്. ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചേച്ചി വാട്ട്സ് യുവർ ലിപ്സ് എന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കമൻറ്റ് വരാറുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ സാരിക്കും ഞാൻ കൂടുതൽ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ്. ഈ 3 ലിപ്സ്റ്റിക്സും ഐ ഹൈലി റെക്കമെൻഡ്. ഷുഗറിൻ്റെ ഈ ക്രയോൺ ട്ടാ, ബ്രാൻഡി ഹാരിങ്ടൺ ആണ് ഷെയ്ഡ്. എന്തായാലും എല്ലാത്തിനും ലിങ്ക്സ് ഞാൻ മെൻഷൻ ചെയ്യാം. ഇതല്ലാതെ വേറെ കുറച്ച് ലിപ്സ്റ്റിക് എനിക്ക് കാണിക്കുന്നത് ബിലോ 500 റുപ്പീസ്. ഷുഗറിൻ്റെ തന്നെ അവരുടെ നത്തിങ് എൽസ് മാറ്റർ ലോങ് വെയർ ലിപ്സ്റ്റിക്. ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാറ്റ് ട്രാൻസ്ഫർ പ്രൂഫ് ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ന്യൂ ലിപ്സ്റ്റിക്സും ടെറക്കോട്ട ലിപ്സ്റ്റിക്സിലും ഈ ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ബേജ് ടേണർ ബ്യൂട്ടിഫുൾ വാം ബ്രൗൺ ഷെയ്ഡ്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഫേസസ് കാനഡയുടെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് കുറച്ചൊരു ക്യാരറ്റ് റെഡ് ഷെയ്ഡ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെയ്ഡാണ്. ഇൻഫ്ലുവൻസർ ആണ് ഷെയ്ഡിൻ്റെ പേര്. ഇതും ബിലോ 500 ആണ്. ഫേസസ് കാനഡ നോൺ ട്രാൻസ്ഫർ മാറ്റ് ലിപ്സ്റ്റിക്. ബ്യൂട്ടിഫുൾ നോൺ ട്രാൻസ്ഫർ ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒബ്വിയസ്ലി ലിക്വിഡ് ലിപ്സ്റ്റിക്സ് കുറച്ച് ഡ്രൈ ആയിരിക്കും. നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണത്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈബ ഹലാലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതും ഒരു ബ്യൂട്ടിഫുൾ ന്യൂഡ് ഷെയ്ഡ്, ലിറ്റിൽ സിമിലർ ടു വെറ്റ് ആൻഡ് വൈൽഡ് റിലാക്സ്ഡ് വെറ്റ് ആൻഡ് വൈൽഡ് ഗിവ് മീ മോക്ക. നല്ലൊരു പിങ്കിഷ് ബ്രൗൺ ഷെയ്ഡാണ് ഇത്. വന്നിട്ട് ഷെയ്ഡ് ബ്ലിസ്ഫുൾ മോക്കയാണ്. നെക്സ്റ്റ് എനിക്ക് റിപ്പീറ്റഡ്ലി വരുന്നതാണ് ഒരു അഫോർഡബിൾ സെറ്റിംഗ് സ്പ്രേ. അഫോർഡബിൾ കുറേ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ ബ്രൈഡലിനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഒരെണ്ണം വന്നിട്ട് മേബലീൻ്റെ ലാസ്റ്റിംഗ് ഫിക്സ് സെറ്റിംഗ് സ്പ്രേ, പിന്നെ ഒരെണ്ണം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.